സോറി ശ്വേത, ട്രാഫിക്കിൽ കുറച്ച് ബ്ലോക്ക് ആയി പോയി. ഇന്ന് എന്റെ ബർത്ത്ഡേയോ നിനക്കറിയാമോ? അതറിയാം, അതുകൊണ്ടല്ലേ ഞാൻ വന്നത്. അതിന്റെ ഇടയിൽ ഇപ്പോ ഇവളായിരുന്നു ഇതിന്റെ ഇടയിലോളും. ഓ സോറി, യു നോ വാട്ട്, ദിസ് ഈസ് നോട്ട് ദ റൈറ്റ് ടൈം ടു ഡിസ്കസ് ഐ ഗസ്. ഏയ് നിന്നെയല്ല, വേറെ ടെൻഷനില്ല. ഇറ്റ്സ് ഓക്കേ. ഇനി എനിക്ക് പറ്റില്ല, എനിക്കിനി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ബോയ്സ് കം ഫോർവേഡ്. ഇറ്റ്സ് എ റൂൾ. റൂളാ? നീ പറയുന്നുണ്ടോ? എന്താ ഞാൻ പറയണ്ടേ? Oh God. Okay, I'll break the rule. തേജ, നിന്നെ എനിക്ക് കോളേജ് മുതലേ ഇഷ്ടമാണ്. നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. കോളേജ് മുതലേ എന്റെ മനസ്സ് മുഴുവനും നീയായിരുന്നു. നീ എന്നോട് പറയുമെന്ന് കരുതി, പക്ഷെ പെട്ടെന്ന് നിന്നെ കാണാതെയായി. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു നീ എന്തെങ്കിലും എന്റെ അടുത്തേക്ക് വരുമെന്ന്. ഞാൻ ഇന്നും കല്യാണം കഴിക്കാതെ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഞാൻ വിചാരിച്ച പോലെ സംഭവിച്ചു. നീ എന്റെ ലൈഫിലേക്ക് തിരിച്ചു വന്നു. ഇപ്പോഴെങ്കിലും നീ എന്നോടത് പറയുമെന്ന് ഞാൻ കരുതി. ഐ ഡോണ്ട് നോ യുവർ റീസൺസ്, പക്ഷെ നീ ഇപ്പോഴും പറയുന്നില്ല. Teacher, I love you. I want you in my life. Will you marry me? Teja, this is the last time I'm asking you. കിട്ടില്ലെന്നറിഞ്ഞാലും സമാധാനം കിട്ടിയില്ലെങ്കിലും ഓർമ്മകളിൽ നമ്മളിങ്ങനെ ചെക്ക് ചകഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ തേടലാണ് ജീവിതത്തിന് സന്തോഷമെന്ന് നമ്മൾ തിരിച്ചറിയുന്നൊരു പ്രത്യേക മുഹൂർത്തമുണ്ട്. ആ ജീവിതത്തിന് ഒരു പ്രത്യേക സുഖം. ആ തേടിക്കൊണ്ടിരിക്കുന്നതിലാണ് ജീവിതത്തിന്റെ ആനന്ദം. മനുഷ്യന്റെ മനസ്സിൽ വിശ്വാസമുള്ള കാലം വരെ അവൻ ഒരിക്കലും വിഷമങ്ങളുണ്ടാവില്ല. പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ മുഴുവൻ സ്നേഹത്തിലാണ് അടങ്ങിയിരിക്കുന്നത്. ഓരോ ദിവസവും ആനന്ദിക്കാൻ ജീവിതത്തിന്റെ യാത്ര. I don't understand. I love you. I love you. in Narige nee varu in pranane
എനിക്ക് അർജന്റായിട്ടൊന്ന് പോകണമല്ലോ. എന്തു പറ്റി? ഒരു ഇമ്പോർട്ടന്റ് വർക്ക് ഉണ്ടെന്നേ. ബട്ട് തേജ, ഡ്രീം സോങ് തീർന്നില്ലല്ലോ. അയ്യോ, ജീവനോടുണ്ടല്ലേ പാട്ട് പാടാൻ പറ്റൂ. ഞാൻ പോയിട്ട് വരാം. നാളെ വന്നിട്ട് ക്ലിയർ ആയിട്ട് എല്ലാം പറഞ്ഞുതരാം. ഓക്കെ ഓക്കെ ഓക്കെ. നാളെ കാണാം. തേജ, ബൈ ബൈ. തേജ. ശ്രുതി, ശ്രുതി, ചണ്ടി, ഇവരിത് എവിടെ പോയി? ശ്രുതി. ഹായ് ഡാർലിംഗ്. ഞാൻ നിന്റെ മുമ്പിൽ ഇല്ലാത്തത് കൊണ്ട് നീ നന്നായിട്ട് പേടിച്ചിരിക്കുകയാണല്ലേ? എനിക്ക് നന്നായിട്ട് അറിയാം, എന്നെ നിനക്ക് ഒരുപാട് ഇഷ്ടമാണ്. ചണ്ടി ഇങ്ങോട്ട് വന്നു. എന്നിട്ട് അവനെ കാണുന്നില്ലല്ലോ. വേണ്ടെന്ന് പറഞ്ഞിട്ട് കൂടി ഇവൻ ഏതോ ഡെവിളിന്റെ പടം ഇട്ടു. അത് കണ്ട ഉടനെ എനിക്ക് എന്തൊക്കെയോ സംഭവിച്ചു. പക്ഷെ ഞാൻ ഇതുവരെയും ആനിമൽസിന്റെ ബ്ലഡിനാ ടേസ്റ്റ് എന്ന് വിചാരിച്ചത്. പക്ഷേ ഇപ്പോ ഹ്യൂമൻ ബ്ലഡ്. ഐ ആം അഡിക്റ്റഡ് ടു ഇറ്റ്. അയ്യോ, ഡ്രസ്സിലൊക്കെ രക്തം കണ്ടില്ലേ? വാ, നമുക്ക് മാറ്റിയിട്ട് വരാം. വാ. നോ. അയ്യോ, ഡ്രസ്സിലൊക്കെ രക്തം കണ്ടില്ലേ? ഇങ്ങ് വന്നേ, ഞാൻ പറയട്ടെ. വാ, നമുക്ക് മാറ്റണം. ഒന്നും പറയണ്ട. വാ വാ വാ. ചെല്ലു ചെല്ലു. ഞാനല്ലേ പറയുന്നത്. ചെല്ലു ചെല്ലു ചെല്ലു. നിനക്ക് പ്രാന്താണോടി? കൊന്നു കളഞ്ഞില്ലേ അവനെ? എന്റെ ഒരു ഫ്രണ്ട് ആയിരുന്നില്ലേ അവൻ? അവനെ കൊന്നു കളഞ്ഞില്ലേ നീ? ഇത് ആരോടാ പറയാ? നിന്നെ ഞാൻ വിടില്ലടി. നീ എന്റെ കൈ കൊണ്ട് ചാവും. എന്തെങ്കിലുമൊക്കെ ചെയ്യും. തേജ, കഥക് തുറക്ക്. ഐ ആം റെഡി. തേജ, തേജ. തേജ, തേജ. എന്താടി, വീട്ടിലേക്ക് വരാൻ പറഞ്ഞോ? ഗുഡ് ഡെവലപ്മെന്റ്. കണ്ടിട്ട് തേജനെ പോലുണ്ടല്ലോ. നീ എങ്ങോട്ടാ പോകുന്നത്? നീ എന്താ ഇവിടെ? അത് ഒരു ചെറിയ പരിപാടി ഉണ്ട്, അതിന് പോവാ. ശ്വേത എവിടെ? ശ്വേത? അവളെവിടെ എനിക്കങ്ങനെ അറിയാം? നീയല്ലേ ഇവിടെ വരാൻ പറഞ്ഞ് വിളിച്ചേ? ഞാനെപ്പോഴാ വരാൻ പറഞ്ഞേ? നീയല്ലേ വീട്ടിലേക്ക് വരാൻ പറഞ്ഞ് മെസ്സേജ് അയച്ചേ? മെസ്സേജോ? അതെ, ഞാനാ. രമ്യ പറഞ്ഞത് കേട്ട ഉടനെ അവന്റെ ബ്രെയിൻ ബ്ലാസ്റ്റ് ആയി. ഉടനെ തന്നെ രമ്യയുടെ ഫോൺ വാങ്ങിയിട്ട് അവൻ ഫാദർ ഡിക്കോസ്റ്റയെ ഫോൺ ചെയ്തു. പിന്നെ എന്ത് നടന്നെന്ന് വെച്ചാ, ഞാനിപ്പോ ഇത്തിരി ബിസിയാണ്. എന്റെ ശിഷ്യൻ ഒരാളുണ്ട്, അവരെ നിങ്ങൾ വീട്ടിലേക്ക് അയക്കാം.
നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കണ്ട, അവൻ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളൂ. ധൈര്യമായിട്ടിരുന്നോളൂ.